ഗൂഗിൾ അനലിറ്റിക്സ് ആയിട്ടും അതുപോലെ തന്നെ ഗൂഗിൾ കൺസോൾ ആയിട്ടും നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൽ എത്ര ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഏത് ലൊക്കേഷനിൽ നിന്നാണ്, അതിൽ ഏത് കീവേഡ് യൂസ് ചെയ്തിട്ടാണ്, എത്രത്തോളം സമയം അവർ നിങ്ങളുടെ വെബ്സൈറ്റിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ഒരു ഡിജിറ്റൽ ഓഷ്യൻ ക്ലൗഡിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തു. അതിനുശേഷം അതിലുള്ള കണ്ടന്റ് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഓൺ പേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന യോസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലഗിൻ യൂസ് ചെയ്തു. ആ ഒരു പ്ലഗിൻ യൂസ് ചെയ്ത് നമ്മൾ ഓൺ പേജ് നമ്മുടെ പേജസിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇതിന് ശേഷമായിട്ട്, അതായത് നമ്മൾ ഈ ഒരു ഓൺ പേജ് ഫാക്ടേഴ്സ് ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു പാർട്ടാണ് ഗൂഗിൾ അനലിറ്റിക്സ് ആയിട്ടും അതുപോലെ തന്നെ ഗൂഗിൾ കൺസോൾ ആയിട്ടും നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളത്. ഇത് രണ്ടും എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന ട്രാഫിക്കും അതുപോലെ തന്നെ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണ്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൽ എത്ര ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഏത് ലൊക്കേഷനിൽ നിന്നാണ്, അതിൽ ഏത് കീവേഡ് യൂസ് ചെയ്തിട്ടാണ്, എത്രത്തോളം സമയം അവർ നിങ്ങളുടെ വെബ്സൈറ്റിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പേജിൽ നിന്നും അടുത്ത പേജിലേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഏത് പേജിൽ വെച്ചാണ് ആ യൂസർ നിങ്ങൾക്ക് ഡ്രോപ്പായി പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോം പേജിൽ ഒരു വിസിറ്റിൽ വന്നെന്നായിരിക്കും. ഒരു വിസിറ്റർ വന്നു, അതിനുശേഷം അവർ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിലുള്ള സർവീസസ് എന്ന് പറഞ്ഞൊരു പേജിൽ പോയി. ആ ഒരു സർവീസിൻ്റെ പേജിൽ പോയ ശേഷം അവരതിനുശേഷം കോൺടാക്ട്സ് എന്നുള്ളൊരു ഫോമിൽ ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോൺടാക്ട്സ് പേജിൽ പോയിട്ടുണ്ട്. ഇനി അവിടെ വെച്ചിട്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ സ്ലോ ആണെങ്കിൽ വെബ്സൈറ്റിൽ നമുക്ക് ഒരുപാട് ബൗൺസ് റേറ്റ് കൂടും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അതെല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഗൂഗിൾ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗൂഗിൾ കൺസോൾ എന്ന് പറയുന്ന ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ കൺസോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് ഒക്കെ ഗൂഗിളിൻ്റെ രീതിയിൽ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിൾ കൺസോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഓൺ പേജ് ചെയ്യണമെന്നുള്ളതും അതുപോലെ തന്നെ യോസ്റ്റ് SEO എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓൺ പേജ് SEO ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ വെബ്സൈറ്റിനെ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. അതിനുശേഷം നമ്മളത് ഗൂഗിൾ കൺസോളിൽ നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതൊക്കെ ചെയ്യുന്നതിന്റെ നമുക്ക് എന്തൊക്കെയാണ് യൂസ് എന്നുള്ളതും അത് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ഞാൻ ഗൂഗിൾ അനലിറ്റിക്സിന്റെ ഉള്ളിൽ പോയി google.com/analytics പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പേജ് കിട്ടും. ഇതിൽ നമ്മൾ സൈൻ ഇൻ ടു അനലിറ്റിക്സ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനുശേഷം ഞാൻ അഡ്മിനിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇതിന്റെ പേര് ഒന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം ടിക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുത്തു. എനിക്ക് എൻ്റെ പ്രോപ്പർട്ടിയുടെ പേര് എന്താണ്, വെബ്സൈറ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ടൈം സോൺ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ട്രാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമുക്കിത് ഈ നമ്മുടെ കേസിൽ ഇതൊക്കെ നമുക്ക് ഒരുപാട് ട്രാക്കിങ് കാര്യങ്ങളൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുത്തു. ഞാനിപ്പോൾ യൂണിവേഴ്സൽ അനലിറ്റിക്സ് പ്രോപ്പർട്ടി മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് 2022 നിൽക്കും. നമ്മൾ ഇനി പുതിയ എങ്ങനെയാണ് GA4 എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതെങ്ങനെ ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, യൂണിവേഴ്സൽ മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതായിരിക്കും നമുക്ക് സിമ്പിൾ, അതുകൊണ്ടാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ട ഓരോരോ എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യണം അതൊക്കെ അത് ഗൂഗിളിന്റെ കാര്യത്തിന് വേണ്ടി അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാൻ ഇതൊക്കെ അക്സെപ്റ്റ് കൊടുത്തു. എനിക്കിതിന്റെ ട്രാക്കിംഗ് കോഡ് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രാക്കിംഗ് കോഡ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വെബ്സൈറ്റിനെ ഗൂഗിൾ ട്രാക്ക് ചെയ്ത് നമുക്ക് ഇതിന്റെ ഇൻസൈറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ SEO ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ എത്ര യൂസേഴ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് യൂസറിന്റെ ബിഹേവിയർ, അതായത് ഒരു വെബ്സൈറ്റിൽ ഒരു പേജിൽ പോയിട്ട് അടുത്ത പേജിലേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്ലോയും അത് വെബ്സൈറ്റിനെ നമുക്ക് മനസ്സിലാക്കി വെബ്സൈറ്റിന്റെ ഉള്ളിൽ വരുന്ന ഫ്ലോസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് വഴിയാണ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുക കേട്ടോ. എത്ര വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്, ഏത്
ഏത് കീവേഡ് യൂസ് ചെയ്താണ് അവർ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ, ഏത് കൺട്രിയിൽ നിന്നാണ്, ഏത് ലൊക്കേഷനിൽ നിന്നാണ് നമുക്ക് കൂടുതൽ വിസിറ്റേഴ്സ് ഉള്ളത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു ഇത് അനലിറ്റിക്സ് യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ ഒരുപാട് അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് അഡ്വാൻസ് കാര്യങ്ങൾ പഠിക്കുമ്പോൾ മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് ആദ്യം തന്നെ നമ്മൾ എന്ന് വെച്ചാൽ നമുക്കൊരു പ്ലഗിൻ ഇതിന് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ പുതിയൊരു പ്ലഗിൻ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരുപാട് പ്ലഗിൻസ് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗൂഗിൾ അനലിറ്റിക്സ് എന്നൊരു പ്ലഗിനാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തു, അത് ആക്ടിവേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ പ്ലഗിന്റെ ഓപ്ഷൻ സെറ്റിംഗ്സിൽ പോയിട്ട് ഗൂഗിൾ അനലിറ്റിക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ പ്ലഗിന്റെ ഓപ്ഷൻസ് കിട്ടും. ഓക്കെ, ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമുക്ക് നേരത്തെ കിട്ടിയ ആ ഒരു ട്രാക്കിംഗ് കോഡ്, ഓക്കെ, ആ ഒരു ട്രാക്കിംഗ് കോഡ് നമ്മൾ എടുത്തിട്ട്, ഇതാണ് നമ്മുടെ ട്രാക്കിംഗ് ID എന്ന് പറയുന്ന സംഭവം. ഈ ID കോപ്പി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ID ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഇതാണ് ഡിഫോൾട്ട് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇനി പുതിയതായിട്ടുള്ള മെത്തേഡ്സ് വന്നു കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് മാറും. 2023 തൊട്ട് ഇത് മാറും. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇനി 2023 ശേഷമാണ്, ജൂലൈക്ക് ശേഷം കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫോർ ദ ടൈം ബീങ് നമ്മൾ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ സൈറ്റ് ടാഗ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയ മെത്തേഡ് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ വേണമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന യൂണിവേഴ്സൽ മെത്തേഡ് എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ആവശ്യമുള്ള സംഭവങ്ങൾ കൊടുക്കാം. ഫോഴ്സ് ഇത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഗൂഗിൾ അനലിറ്റിക്സിന്റെ കോഡ് ഇതിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് സേവിങ് കറക്റ്റ് ആയിട്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ റിയൽ ടൈമിന്റെ അവിടെ നമ്മൾ പോവുകയാണ്. ഓക്കെ, റിയൽ ടൈമിൽ ഓവർവ്യൂമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ 0 കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് ആരും ഇതിന് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ അതിനെന്ത് ചെയ്യുന്നു, അത് തന്നെ ഞാൻ ഒരു ന്യൂ ടാബ് എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. ഇത് ഓപ്പൺ ചെയ്യണ സമയത്ത് എന്ത് പറ്റുന്ന വെച്ചാൽ ഗൂഗിളിന് നമ്മൾ ആ അനലിറ്റിക്സ് കോഡ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു കോഡ് യൂസ് ചെയ്ത് ഗൂഗിൾ ഇത് ട്രാക്ക് ചെയ്യും. ആ ട്രാക്ക് ചെയ്യുന്നത് നമുക്കിവിടെ നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിസിറ്റർ അപ്ഡേറ്റഡ് ആയിട്ട് കാണിക്കും. അപ്പൊ നമ്മുടെ സൈറ്റിന്റെ ഉള്ളിൽ ഒരു യൂസർ ഉള്ളതായിട്ട് കാണിക്കും. ഓക്കെ, നമ്മളിപ്പോൾ സൈറ്റ് വിസിറ്റ് ചെയ്തേക്കുന്നത് കൊണ്ടും നമുക്കൊരു ആക്റ്റീവ് യൂസർ ആരാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണിക്കും. അതാണ് നമ്മുടെ ലൈവ് ട്രാക്കിങ്ങിലുള്ള നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് ഏത് കൺട്രിയിൽ നിന്നാണുള്ളതും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ഗൂഗിൾ അനലിറ്റിക്സ് നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുക. ഓക്കെ, അത് നമുക്ക് നമ്മുടെ ട്രാക്കിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ വെബ് കൺസോളിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ google.com/webmasters എന്നുള്ള ഒരു പേജിൽ പോകുന്നു. ഓക്കെ, അതായത് ഗൂഗിൾ സെർച്ച് കൺസോളിൽ ഞാൻ ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങളുടെ ഒരു ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ശേഷം സെർച്ച് കൺസോളിൽ പോവാം. ഈ സെർച്ച് കൺസോൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലുള്ള പ്രോബ്ലംസും മറ്റു കാര്യങ്ങളെല്ലാം ഗൂഗിൾ പറഞ്ഞു തരും. അതായത് എന്തൊക്കെ പ്രോബ്ലംസ് നിങ്ങളുടെ വെബ്സൈറ്റ്സിന് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇപ്പൊ കൺസോളിൽ ലോഗിൻ ചെയ്ത ശേഷം ഞാൻ ആഡ് പ്രോപ്പർട്ടി കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ URL കൊടുക്കുവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വെബ്സൈറ്റിലെ URL എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ വെബ്സൈറ്റിന്റെ URL കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. ഓക്കെ, അപ്പൊ അതിനുശേഷം ഇവരിത് വെരിഫൈ ചെയ്യാണ്. ഓക്കെ, ഇത് വെരിഫൈ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഗൂഗിൾ അനലിറ്റിക്സ് ഇൻസ്റ്റാൾ ചെയ്തേക്കണേ കൊണ്ടും ഇത് ഓട്ടോമാറ്റിക്കലി വെരിഫൈഡ് ആവും. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ചെയ്തില്ലെങ്കിൽ ഇത് വെരിഫൈ ആവില്ല കേട്ടോ. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ പ്രോപ്പർട്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ വെബ്സൈറ്റ് ഇനി ഗൂഗിള് ട്രാക്ക് ചെയ്യും. ഇവർ ഡേറ്റ എല്ലാം എടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങളെല്ലാം അവർ ട്രാക്ക് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോരോ പാർട്ടുകളും കാണാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് എല്ലാം ഇവര് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരും. ഓക്കെ, കവറേജ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയ വേറൊരു പാർട്ടാണ് നമുക്ക് സൈറ്റ് മാപ്പ് ആഡ് ചെയ്യാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വെബ്സൈറ്റിന് നമുക്ക് സൈറ്റ് മാപ്പ് വേണം. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന്
ഓക്കെ, ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് വേർഡ് പ്രസ് തന്നെ ഒരു സൈറ്റ് മാപ്പ് തരും. അതിന്റെ URL ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, സൈറ്റ് മാപ്പ് എടുത്തിട്ട് ഞാൻ സൈറ്റ് മാപ്പ് ഇതിൽ സബ്മിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിന്റെ ഉള്ളിൽ എന്തെല്ലാം പേജുകൾ ഉണ്ട് ആ പേജുകളെല്ലാം നമ്മൾ ഗൂഗിളിന് പെട്ടെന്ന് റാങ്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിളിന് നമ്മുടെ സൈറ്റിന്റെ ഉള്ളിൽ എത്ര പേജസ് ഉണ്ടെന്നൊക്കെ ഗൂഗിൾ ഇത് ഡിസ്കവർ ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ സൈറ്റിന്റെ പേജുകളെല്ലാം ഇതിൽ റാങ്ക് ചെയ്യും. ഇപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത ശേഷം നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ പേജിൽ നോക്കി എത്ര കാറ്റഗറി ഉണ്ട്, നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു കാറ്റഗറി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കാറ്റഗറി ആണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പേജസ് നോക്കി ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എത്ര പേജ് ഉണ്ട്, 2 പേജസ് ആണ് ഇതിൽ മാപ്പ് ചെയ്തിട്ടുള്ളത്. ബ്ലോഗ് എത്ര ഉണ്ട്, ഒരു ബ്ലോഗാണ് ഉള്ളത് ഇതിൽ അല്ലെ. ഇനി ഞാൻ 2 ബ്ലോഗ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 ബ്ലോഗ് എന്നുള്ളത് കാണിക്കും. ഓക്കെ, ഞാൻ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്തു. ഇനി ഇതിന്റെ ഉള്ളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പറ്റിയ പാർട്ടാണ് പേജ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും വെബ്സൈറ്റിൽ പോകുമ്പോൾ അതിനുള്ള ഇഷ്യൂസും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ നമ്മുടെ ഗൂഗിൾ കൺസോളിൽ നമ്മുടെ വെബ്സൈറ്റ് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് യൂസസ് ഇതുകൊണ്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസോ മറ്റു കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതും ഗൂഗിൾ നമുക്ക് നോട്ടിഫൈ ചെയ്ത് കാണിച്ചു തരും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോൾ യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഗൂഗിൾ അനലിറ്റിക്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതും ആ കോഡ് എടുത്ത് വേർഡ്പ്രസ്സിൽ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോളിൽ നമ്മുടെ വെബ്സൈറ്റിനെ ആഡ് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കി. ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം.